ഹലോ ഗായ്സ്, മറായി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയൊരു വീഡിയോസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഈ കണ്ടല്ലോ, വിറവ് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയെ കണ്ടല്ലോ. അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോസ്. പിന്നെ ഈ കാണുന്ന റബ്ബറുകളെ കണ്ടല്ലോ, ഈ കാണുന്ന റബ്ബറുകളെ ഇവിടെ നിന്നൊക്കെ ചെറിയ ചെറിയ ചുള്ളികളൊക്കെ പറക്കി അടുക്കി വണ്ടിയിൽ കൊണ്ടുവന്ന് ഇട്ട് അങ്ങനെ മറ്റുള്ളവർക്ക് 50 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ കൊടുത്താണ് അവരുടെ ജീവിതം മുന്നോട്ട് പോണത്. അവരെ സഹായിക്കാനാണെങ്കിൽ ആരുമില്ല. അവരിങ്ങനെ ഒറ്റയായിട്ട് ഇങ്ങനെ കഴിയാണ്. അപ്പോൾ ഒരു വാടക വീട്ടിൽ കഴിയാണ്. അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അമ്മയുടെ പേരെന്താണ്? ലീല. അവരുടെ പേര് ലീലയാണ്. പിന്നെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ചെറുമക്കളും ഞാനും ഉണ്ട്, ചെറുമക്കളെ മക്കളും ഉണ്ട്. പിന്നെ അവരൊക്കെ എന്ത് ചെയ്യുന്നു? അവര് ഒരാഴ്ചയിൽ 2-3 ദിവസം വീട്ടു വിലയ്ക്ക് പോയാണ് വാടക കൊടുക്കാൻ കൂടെ സഹായിക്കണം. അവർക്ക് ഒരു മോളാണ്, കയറിക്കിടക്കാട ഇല്ല. എത്ര മക്കളുണ്ട് നിങ്ങൾക്ക്? ഇനി 3 മക്കളുണ്ടായിരുന്നു, 2 പേര് മരിച്ചുപോയി. ഒരാൾ മരിച്ചിട്ട് 9 മാസം ആയുള്ള ഒരു മോളുള്ളത്. ഒരു മോൻ മരിച്ചിട്ട് 15 വർഷമായി. എങ്ങനെ മരിച്ചത്? അവനെ വണ്ടി ഇടിച്ച് മരിച്ചതെന്നാണ് നമ്മൾ അറിഞ്ഞ. വണ്ടി തട്ടിയെന്ന്. പിന്നെ അതിന് വേണ്ടി പോകാനും അന്വേഷിക്കാനും ഒന്നും ആരുമില്ല. നമ്മൾ കേസിനും പോയില്ല. മോക്ക് അറ്റാക്ക് വന്ന് മരിച്ചു. 12 ദിവസം മെഡിക്കലിലേക്ക് കിടന്നു. അങ്ങനെ മരിച്ചു. അവളെ മക്കളാണ്. ഇനി 2 പെൺപിള്ളേരുള്ളത്. 2 പേർക്കും കയറിക്കിടക്കാടോ ഇല്ല. മൂത്തൊക്കെ ഭർത്താവുണ്ട്, പക്ഷെ അവന് സുഖമില്ല. ആട്ട ഓടിയാണ് എല്ലാം കൊണ്ട് കൊടുക്കുന്നത്. കൂലിക്കാണ് ആട്ട ഓടാൻ പോണത്. നമ്മുടെ ചാനലിലുള്ള നമ്മുടെ കൂട്ടുകാരോട് പറയാനുള്ളത്, ഇവർക്ക് കയറിക്കിടക്കണം. 1 സെൻറ്റ് സ്ഥലം പോലും ഇല്ല, ഒരു വീടോ ഒന്നുമില്ല. ഇവരുടെ നമ്പർ വീഡിയോസിൽ ഞാൻ കൊടുത്തിരിക്കാം. അവരെ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരെ സഹായിക്കണം. അവരുടെ ജീവിതം അത്ര കഷ്ടപ്പാടാണ്. അപ്പോൾ അവർ പറയുന്നത് കേട്ടോ, ഒരു കയറിക്കിടക്കണമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, മഴ നനയാതെ കിടക്കാൻ വേണ്ടി. അത്ര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ വീട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വാടകയ്ക്ക് ഇപ്പം കിടക്കുന്ന വളരെ ബുദ്ധിമുട്ടും ശോചനീയമായ അവസ്ഥയാണ് ആ വീട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം കൂടെ പറ്റുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അവർക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം, അവരെ വിളിക്കുക. താങ്ക് യു.